ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഇപ്പോൾ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യും. ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും ഓരോരോ സ്റ്റാളൊക്കെ ഇട്ട് അതിൽ കുറച്ച് ഗെയിമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണ്. അവിടെ മാത്രമല്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള പെൺകുട്ടികൾ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുള്ളൂ. അവരുടെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് സീനിയേഴ്സ് ഉൾപ്പെടെ അവരുടെ ആ ഒരു സ്റ്റാളിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. അതേ ടൈം ആൻ മാർക്കിന്റെയും ഫ്രണ്ട്സിന്റെയും അടുത്തേക്ക് ചെല്ലും. ഇങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്ക് ബോറടിച്ചിട്ട് വയ്യ, എന്റെ രണ്ട് ഫ്രണ്ട്സും ഇല്ല, പോയി റൂമൊന്നും ഇല്ലാന്നും പറഞ്ഞ് റൂം അന്വേഷിക്കാനായിട്ട് പോയി. അതേ ടൈം ലിയു ആണെങ്കിലോ അവളുടെ ഹോം ടൗണിലേക്കും പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറയും. അപ്പൊ തന്നെ മാർക്കിന്റെ ഫ്രണ്ട് അതിന് ലിയു കോളേജിലേക്ക് വന്നായിരുന്നു, കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ്യൂം ചേഞ്ചിങ് റൂമിലേക്ക് പോയിട്ടുണ്ട്, ഞാനത് കണ്ടായിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ആനിന് മൊത്തത്തിൽ എന്തോ ഡൗട്ട് അടിച്ച് ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഡ്രസ്സിംഗ് റൂമിൽ കാണിക്കാണ്. ലിയു ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. അവള് വിചാരിച്ചതിനേലും ഭയങ്കര ചെറിയ ഡ്രസ്സാണ് അവൾ ഇട്ടിട്ടുള്ളത്. അതിന്റെ എല്ലാ ബുദ്ധിമുട്ടും ലിയുവിന്റെ ഫേസിൽ കാണാനുണ്ട്. ഇത് കാണുമ്പോ ഫെയ്യും ഞാൻ ഇത്രയും ചെറിയ ഡ്രസ്സ് അവര് തരുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയും. അപ്പൊ തന്നെ സീനിയറും അവരെപ്പോഴും ഇങ്ങനെയാണ്, പെൺകുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിരിക്കുമോ ഇല്ലയോ എന്നൊന്നും അവർ ചിന്തിക്കാറേ ഇല്ല, ഇതിത്തിരി കൂടിപ്പോയി എന്നിങ്ങനെ പറയും. അപ്പൊ തന്നെ ഫെയ്യും ഭയങ്കര പാവത്തിനെ പോലെ ഫേസ് ഒക്കെ വെച്ച് സോറി, നിങ്ങൾ എന്റെ അടുത്ത് ക്ഷമിക്കണം, ഇങ്ങനെയൊക്കെ ആവാൻ കാരണം ഞാനാണ്, എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ എടുത്തോളാം. ഞാൻ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞത് പാൻസ് ആക്കാനായിട്ടാണ്, അവരിങ്ങനെ ഷോർട്സ് കേട്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഞാൻ തന്നെ പുറത്തു പോയി സർവ് ചെയ്തോളാം, നിങ്ങൾ ആരും ബുദ്ധിമുട്ടുണ്ടാന്ന് പറയും. ഇത് കേട്ട് മിമിയും നീ എങ്ങനെ ഒറ്റക്ക് പോയി സർവ് ചെയ്യും, അതൊന്നും വേണ്ട, ഞങ്ങൾ എന്തായാലും നിന്നെ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറയും. ഇത് കേട്ട് ലിയു ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാം, നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയും. അപ്പൊ തന്നെ സീനിയറും നിങ്ങൾ എന്തായാലും പോയിക്കോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ വന്നോളാം എന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് 3 പേരും കൂടി പുറത്തേക്ക് ഇറങ്ങി സർവൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. ഫെയ് ആണെങ്കിലും നല്ല രീതിക്ക് ആക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അതേ ടൈം ലിയു നേരെ ആനിന്റെ അടുത്തേക്ക് വരും. അല്ല ലിയു, നീ ഇന്ന് വരില്ല എന്നല്ലേ ബോയുടെ അടുത്ത് പറഞ്ഞത്, എന്നിട്ട് നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ആൻ നീ ഈ കാര്യം ബോയുടെ അടുത്ത് പറയാൻ നിൽക്കരുത്, അവനിതറിഞ്ഞ എന്നെ ഒരുപാട് ചീത്ത പറയും, എനിക്കത് കേൾക്കാൻ പറ്റില്ല, സങ്കടം വരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നീ ഈ കാര്യം ബോയുടെ അടുത്ത് പറയരുതെന്ന് പറയും. എന്തായാലും നീ ഇത്രയ്ക്ക് റിക്വസ്റ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് ഞാൻ പറയില്ല, പൊയ്ക്കോന്നും പറഞ്ഞ് ലിയുവിനെ പറഞ്ഞു വിടും. അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെ കുറിച്ചിട്ടുള്ള കമന്റ്സ് ഒക്കെ വരാനായിട്ട് തുടങ്ങും. ഒരളവിന് പോസിറ്റീവ് കമന്റ്സ് ഒക്കെയാണ് വരുന്നത്. ഇത് കണ്ട് 2 ലേഡി സീനിയേഴ്സും ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതേ ടൈം ഫെയ് നേരെ ഇവരുടെ കോർഡിനേറ്ററിന്റെ അടുത്തേക്ക് ചെല്ലും. ആ 5th ടേബിളിലേക്ക് ഞാൻ പോവില്ല, അവരിത്തിരി ഓവറായിട്ടാണ് പെരുമാറുന്നത്, എന്റെ അടുത്ത് അവിടെ ഇവിടെയൊക്കെ തുടക്കാനായിട്ട് പറയുന്നു, എനിക്കതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയും. നിനക്ക് പറ്റില്ലെങ്കിൽ പോവണ്ട, ഞങ്ങൾ എന്തായാലും ലിയുനെ വിടാന്നും പറഞ്ഞ് ലിയുനെ വിളിക്കും. എന്തായാലും നീ ആ 5th ടേബിളിലേക്ക് ചെന്ന് സർവ് ചെയ്യും, ഫേക്ക് അങ്ങോട്ടേക്ക് പോവാൻ പറ്റില്ല എന്നാ പറയുന്നതെന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് സീനിയേഴ്സിന്റെ വാക്കും കേട്ട് ലിയു ആ ഒരു ടേബിളിലേക്ക് ചെല്ലും. അവിടെയുള്ള ബോയ്സ് ആണെങ്കിലോ ലിയുവിന്റെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കും. ഓരോ സാധനങ്ങള് നിലത്തേക്ക് തള്ളിയിട്ട് അത് കുനിഞ്ഞെടുക്കാനായിട്ടൊക്കെ പറഞ്ഞ് ഇവര് ലിയുവിന്റെ വൾഗർ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങും. ഇതൊക്കെ സഹിച്ച് അവരുടെ കയ്യിൽ നിന്ന് ടിപ്സ് ഒക്കെ വാങ്ങി ലിയു ഭയങ്കര വിഷമിച്ച് നേരെ സീനിയറിന്റെ അടുത്ത് വന്ന് കംപ്ലൈന്റ് ചെയ്യും. നീ അതൊന്നും കാര്യമാക്കണ്ട, ഒരുപാട് ടിപ്സ് ഒക്കെ വാങ്ങണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, അവര് ഫോട്ടോസ് ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടും, എന്നാലല്ലേ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനൊക്കെ കിട്ടുള്ളൂ, അങ്ങനെ ടിപ്സ് ഒക്കെ വാരിക്കൂട്ടാനായിട്ട് പറ്റുള്ളൂ, അതുകൊണ്ടേ അവര് പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നു പറഞ്ഞ് ലിയുവിനെ പറഞ്ഞു വിടും. ലിയു അവര് പറയുന്നത് പോലെയൊക്കെ കേൾക്കാനും തുടങ്ങും. പക്ഷെ അവിടെയുള്ള ബോയ്സ് ലിയുവിന്റെ കയ്യിൽ പിടിക്കും, ഓരോ സാധനങ്ങളൊക്കെ നിലത്തേക്ക് ഇട്ട് അതൊക്കെ കുനിഞ്ഞെടുക്കാനായിട്ടൊക്കെ പറയും. അങ്ങനെ അതെല്ലാം സഹിച്ച് വേറെ നിവൃത്തിയില്ലാണ്ട് അവര് തരുന്ന ടിപ്സും ലിയു വാങ്ങിച്ചു വെക്കും. അതേ ടൈം പോയി നേരെ ലിയു ഒക്കെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലും. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഷാ വരും. ആ നീ ഇങ്ങോട്ടേക്ക് വന്നത് റൂം വല്ലതും ഒഴിവുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ, നീ എന്തായാലും നിൽക്ക് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഫോൺ എടുത്ത് അതിലിങ്ങനെ നോക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോ ബോയ്ക്ക് ഇഷ്ടപ്പെടില്ല. അല്ല നീ എന്തിനാ ഇത്രക്ക് ഡിലേ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. എന്തായാലും നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഷാ നോക്കിക്കൊണ്ടിരിക്കായിരിക്കും. ആ ടൈമിന് ആ അപ്പാർട്ട്മെന്റിന്റെ ഓണർ അങ്ങോട്ടേക്ക് വരും. ആ മോനെ, നീ ഷായുടെ ഫ്രണ്ട് അല്ലേ, ഞാനേ നിന്നെ വിളിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു, ഇവിടെ ഒരു റൂം ഒഴിവുണ്ട്, വാ നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ഇപ്പൊ തന്നെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ബോയ് ആണെങ്കിലോ ഒരുമാതിരി നമ്മുടെ ഷായിനെ നോക്കും. ഷായിക്കും ഒന്നും തന്നെ പറയാനായിട്ട് പറ്റില്ല. ആ ഓണർ ആണെങ്കിലോ വാ മോനെ വാ, നമുക്ക് ഇപ്പൊ തന്നെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യാന്നും പറഞ്ഞിട്ട് ബോയിനെയും കൂട്ടി പോകും. അങ്ങനെ
എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഷായും അകത്തേക്ക് കയറി വരും. ആ ടൈമിനാണ് ബോയ്ക്ക് ആനിന്റെ അടുത്ത് നിന്ന് കോള് വരുന്നത്. നീ എത്രയും പെട്ടെന്ന് കോളേജിലേക്ക് വരണം, ലിയു അവളുടെ ഹോം ടൗണിലേക്ക് പോവാണെന്നല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അവള് ഹോം ടൗണിലേക്ക് പോയിട്ടില്ല, കോളേജിലാ ഉള്ളത്. കുറച്ച് പ്രോബ്ലംസും ഇവിടെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞെന്ന് പറയും. അതെന്താ പ്രോബ്ലംസ്? നീ ഒരു പണി ചെയ്, ലിയുവിന്റെ ഒരു പിക്ക് എടുത്ത് എനിക്ക് അഴക്കാനായിട്ട് പറയും. അപ്പൊ തന്നെ ഞാനും ഒരു പിക്ക് എടുത്ത് അഴക്കും. അത് കൂടാണ്ട് തന്നെ സോഷ്യൽ മീഡിയയില് ലിയുവിന്റെ ഒരുപാട് വൾഗർ ഫോട്ടോസും വരുന്നുണ്ട്. ഇത് കണ്ട് ബോയ് ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുമ്പോ ഷാ വന്ന് ഷോൾഡറിലേക്ക് കൈവെക്കും. ഒന്ന് മാറി നിൽക്കടാന്നും പറഞ്ഞിട്ട് ബോയ് ഷായുടെ കയ്യും തട്ടി മാറ്റി നേരെ കോളേജിലേക്ക് പോകും. ഷായ്ക്കാണെങ്കിലോ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, വായും പൊളിച്ചിങ്ങനെ നിൽക്കാണ്. അതേ ടൈം കോളേജിലാണെങ്കിലോ നമ്മുടെ ലിയു ആ ഒരു 5ാമത്തെ ടേബിളിൽ ചെന്ന് സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ബോയ്സ് കുറച്ച് ടിപ്സ് എടുത്ത് ടേബിൾ മേലേക്ക് വെക്കും. അതെടുക്കാനായിട്ട് ലിയു പോകുമ്പോ പെട്ടെന്ന് ഒരാൾ വന്ന് ലിയുവിന്റെ കയ്യിലേക്ക് പിടിക്കും. ലിയുവിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അയാളാണെങ്കിലോ, ഞാൻ വീണ്ടും നിനക്ക് ഇവിടെ ടിപ്സ് വെക്കാം, നീ അതെടുത്തോ, ഞാൻ ആ ടൈമിന് നിന്റെ കയ്യിൽ പിടിക്കുവാണെങ്കിൽ വീണ്ടും നിനക്ക് ടിപ്സ് തരാം, ഈ ടിപ്സിന് വേണ്ടിയിട്ടല്ലേ നീയൊക്കെ വർക്ക് ചെയ്യുന്നെന്നും പറഞ്ഞിട്ട് ഒരുമാതിരി ബുള്ളി ചെയ്യുന്ന പോലെയൊക്കെ സംസാരിക്കും. ഇത് കേട്ടിട്ട് ലിയുവിന് സഹിക്കാൻ പറ്റാണ്ട് അവിടെ നിന്ന് ആ ടിപ്സുമായിട്ട് നീങ്ങുമ്പോ പെട്ടെന്ന് ആരുടെയോ മേത്തടിക്കും. ഇതാരാണെന്ന് അറിയാനായിട്ട് ലിയു പയ്യെ തല ഉയർത്തി നോക്കും. അവിടെ നിൽക്കുന്നത് ബോയ് ആയിരിക്കും. ബോയ് ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തില് ലിയുവിനെ നോക്കിക്കൊണ്ട് നിൽക്കും. ലിയുവിനും ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ തന്നെ ബോയ് അവളുടെ കയ്യിലുള്ള ടിപ്സ് ഒക്കെ വാങ്ങി തിരികെ ആ ടേബിൾ മേലേക്ക് എറിയും. ഇനി ഞാനാണ് നിങ്ങൾക്ക് സർവ് ചെയ്യാനായിട്ട് പോകുന്നത്, എന്റെ സർവിങ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഇനി എത്ര രൂപ എനിക്ക് ടിപ്സ് ആയിട്ട് തരും, എന്തായാലും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് എന്നെ ചോദിക്കും. ഇത് കാണുമ്പോൾ കാര്യം ഇത്തിരി വഷളായി എന്ന് അവർക്കും മനസ്സിലാകും. അങ്ങനെ തന്നെ ഒന്നും വേണ്ടാന്നും പറഞ്ഞ് എഴുന്നേറ്റ് അങ്ങോട്ട് പോകും. ഇപ്പോഴാണ് ലിയുവിനും കുറച്ചൊക്കെ ആശ്വാസമാകുന്നത്. ഇതെല്ലാം കുറച്ചു ദൂരം മാറി നിന്ന് ഫെയ്യും കാണുന്നുണ്ട്. ഫെയ്യാണെങ്കിൽ ബോയിനെ നോക്കി കളിയാക്കുന്ന പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കും. ഇത് മാർക്ക് കണ്ടിട്ട് എന്തോ ഒരു ഡൗട്ടൊക്കെ ഫെയ്യുടെ മേത്ത് വരുന്നൊക്കെയുണ്ട്. അങ്ങനെ ഈ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഒരു റൂമിലിരുന്ന് അവർക്ക് കിട്ടിയ ക്യാഷ് ഒക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഫസ്റ്റ് ആയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് ക്യാഷ് ഒക്കെ എണ്ണിക്കൊണ്ടിരിക്കും. അവസാനം ഇവര് തന്നെ ഫസ്റ്റ് ആയി എന്നുള്ള ഇൻഫർമേഷനും കിട്ടും. ഓ, നമ്മൾ രക്ഷപ്പെട്ടു, നമ്മളാ ഫസ്റ്റ് അടിച്ചത്. എന്തായാലും നമ്മുടെ പുതിയ ഗേൾസ് സൂപ്പർ ആയിട്ടുണ്ട്. അവരുടെ കാലിനെ കുറിച്ചും കൈയിനെ കുറിച്ചൊക്കെ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതാണ് നമ്മൾ വിൻ ചെയ്യാനായിട്ടുള്ള കാരണമെന്നും പറഞ്ഞ് ഇവരെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോ ലിയോന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടൊക്കെ നിൽക്കാണ്. ആ ടൈമിന് പെട്ടെന്ന് ഒരു പയ്യൻ, ദേടാ ഒരു കമന്റ് കൂടി വന്നിട്ടുണ്ട്. അത്രയും നേരം കോളേജിൽ ഇല്ലാത്ത പോയി പെട്ടെന്ന് കോളേജിലേക്ക് കയറി വന്നത് ഫെയ്യിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ്. എന്താടാ സത്യമാണോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോ ഫെയ്യും, അയ്യോ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും എനിമീസ് ആണെന്ന് ഭയങ്കരമായിട്ട് കൊഞ്ചിക്കൊഴഞ്ഞൊക്കെ പറയും. അപ്പൊ തന്നെ ഒരു പയ്യൻ, ഓ അപ്പൊ നിങ്ങൾ എനിമീസ് ആണല്ലേ, അവസാനം എനിമീസ് ആണ് ലവേഴ്സ് ആവുന്നത്. നിങ്ങളെല്ലാവരും നോക്കിക്കോ, ഈ സെമസ്റ്റർ കഴിയുമ്പോഴേക്കും ഫെയ്യും ബോയും ഒരു റിലേഷൻഷിപ്പിലായിരിക്കും. അപ്പോഴും ഇതേപോലെ തന്നെ പറയണോന്നും പറഞ്ഞ് ഫെയ്യിനെയും ബോയിനെയും കളിയാക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോ ലിയുവിന് എന്തോ പോലെയൊക്കെ ആവുന്നുണ്ട്. ആ ടൈമിന് തന്നെ വേറൊരാളും, എന്തായാലും ഏറ്റവും കൂടുതൽ ടിപ്സ് വാങ്ങിയത് ആരാണെന്ന് ഞാനിപ്പോ പറയട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഓക്കെ എന്ന് എല്ലാരും പറയുമ്പോ ഏറ്റവും കൂടുതൽ ടിപ്സ് വാങ്ങിയത് ലിയു ആണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയുവിന് എന്തോ പോലെയൊക്കെ ആവുന്നുണ്ട്. അവളുടെ ശരീരം കാണിച്ചിട്ടാണല്ലോ ഇത്രയും ടിപ്സ് ഒക്കെ വാങ്ങിയത് എന്നുള്ള ഒരു കുറ്റബോധവും കൂടി അവളുടെ ഉള്ളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അധിക നേരം അവിടെ ഇരിക്കാൻ പറ്റാണ്ട് ഞാൻ പോവാണ്, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകും. പുറകെ ബോയും പോവാനായിട്ട് നിൽക്കുമ്പോൾ മാർക്ക് വന്ന് സ്റ്റോപ്പ് ചെയ്യും. ബോയ് പോവാൻ വരട്ടെ, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം സംസാരിക്കാനായിട്ടുണ്ടെന്ന് പറയും. എന്താടാ നിനക്ക് ഇപ്പൊ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. വേറൊന്നുമല്ല, എനിക്കറിയാം നീ ഫെയ്നെ കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ പുറകെ നടക്കുവാണെന്ന്. അതിന് ഞാൻ എന്തായാലും സമ്മതിക്കില്ല. എനിക്കും ഫെയ്ന ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു കോമ്പറ്റീഷൻ വെക്കാം. ആരാണോ അധികമായിട്ട് ഡ്രിങ്ക്സ് കുടിക്കുക അയാൾക്ക് ഫെയ്നെ കിട്ടും. എന്താ ഓക്കെ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. കുറച്ചു നേരം ആലോചിച്ച് ബോയും അതിന് ഓക്കെ പറയും. അങ്ങനെ ഫെയ്യിനെ നടുവിൽ പിടിച്ചു നിർത്തി രണ്ടുപേരും കൂടി ഭയങ്കര വാശിക്ക് കുടിക്കാനായിട്ട് തുടങ്ങും. ഫെയ്യുടെ ഫുൾ നോട്ടവും നമ്മുടെ ബോയുടെ മേത്താണ്. ഫെയ്ക്ക് എങ്ങനെയെങ്കിലും ബോയ് ജയിക്കണമെന്നാണ് ആഗ്രഹം. എന്താണ് ഉള്ളിലുള്ളതെന്ന് നമുക്ക് എന്തായാലും അറിയില്ലല്ലോ. അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ട് മത്സരിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ ടൈം ലിയുവിനെ കാണിക്കാണ്. ലിയു ഇപ്പോ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാം കൂടി ആലോചിച്ച് വല്ലാണ്ട് സങ്കടപ്പെട്ട് നേരെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കും. അതിലാണെങ്കിലോ ഇവളുടെ ഓരോരോ വൾഗറായിട്ടുള്ള വീഡിയോസ് ഒക്കെ
ഓരോരുത്തർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഒന്നുകൂടി സങ്കടം വന്ന് എല്ലാ വീഡിയോസിനും റിപ്പോർട്ട് അടിച്ച് ഭയങ്കര വിഷമിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ ഇവളുടെ പാരന്റ്സിന് കോൾ ചെയ്യും. ലിയുന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ അമ്മക്കും ഇവള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാകും. എന്താ മോളെ നീ എന്തിനാ കരയുന്നത്, ആരെങ്കിലും നിന്നെ ബുള്ളി ചെയ്തോന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേട്ട ഉടനെ തന്നെ ഫാദർ ആണെങ്കിൽ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് ഇവളുടെ വീഡിയോസ് എല്ലാം കാണും. ആ ടൈമിന് അമ്മയും എന്താടി നിന്റെ പ്ലാസ്റ്റിക് സർജറിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിന് മുമ്പ് ആരും തന്നെ എന്നെ നോക്കില്ല, ഒരു ഹ്യൂമൻ ആയിട്ട് കൺസിഡർ പോലും ചെയ്യില്ലായിരുന്നു. അപ്പോഴൊക്കെ എന്റെ ചിന്ത കാണാനായിട്ട് ഭംഗിയുള്ളവരെ മാത്രമേ ആളുകൾ കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തതും. ഇപ്പോ കാണാനായിട്ട് ഭംഗി ഉണ്ടായിട്ട് പോലും ആളുകൾ എന്നെ ഒരു ഹ്യൂമൻ ആയിട്ട് കാണുന്നേ ഇല്ല. എന്റെ ബോഡി മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. എല്ലാവരും എപ്പോഴാണ് എന്നെ ഒരു ഹ്യൂമൻ ആയിട്ട് കാണുന്നത്, എന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് എന്നാ കാണുന്നത്. എനിക്കതൊക്കെ ഓർത്ത് സങ്കടം വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇരുന്ന് കരയാനായിട്ട് തുടങ്ങും. അതേ ടൈം സിംബോളിക് ആയിട്ട് കോളേജിൽ നടക്കുന്ന ആ ഒരു കോമ്പറ്റീഷന് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫെയിനെ പോലും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വെച്ചിട്ടാണല്ലോ രണ്ടുപേരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ലിയു ഭയങ്കര സങ്കടപ്പെട്ട് എന്നെ ആരും ഒരു ഹ്യൂമൻ ആയിട്ട് കാണുന്നില്ല, ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് കാണുന്നതെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഇവിടെ കോമ്പറ്റീഷനില് നമ്മുടെ ബോയ് ജയിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ക്ലാപ്പ് ചെയ്യും. അപ്പോ ഫെയ് ബോയ്ക്കാണ് സ്വന്തം എന്നും പറഞ്ഞ് എല്ലാവരും കൂടി ബോയുടെ നേർക്ക് ഫെയിനെ തള്ളിവിടും. പക്ഷെ ബോയ് അപ്പൊ തന്നെ നീങ്ങും. നിങ്ങളെല്ലാവരും എന്ത് വിചാരിച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, പെൺകുട്ടികളെ എപ്പോഴും ഒരു ഹ്യൂമൻ ആയിട്ട് കാണണം, അല്ലാണ്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ടല്ല കാണേണ്ടത്. നിങ്ങൾ ഇത്രയും നേരം ബോയ്ക്കാണ് ഇനി ഫെയ് എന്നും പറഞ്ഞ് ഒച്ചവെക്കൊന്നും ഉണ്ടായിരുന്നല്ലോ. ആരെങ്കിലും ഫെയ്യുടെ താല്പര്യം ചോദിച്ചോ? എന്നെയാണോ ഇഷ്ടം അല്ലെങ്കിൽ മാർക്കിനെയാണോ ഇഷ്ടം എന്ന് നിങ്ങൾ ആരെങ്കിലും ഫെയ്യുടെ അടുത്ത് ചോദിച്ചോ? അവരുടെ താല്പര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലാണ്ട് ഒരു പെൺകുട്ടീനെ പ്രൊഡക്റ്റ് ആയിട്ടല്ല കാണേണ്ടത്. ഇന്ന് പോലും ലാബാറിൽ അങ്ങനെയൊക്കെയല്ലേ സംഭവിച്ചെന്ന് നമ്മുടെ ബോയ് എല്ലാവരുടെയും മുഖത്തടിക്കുന്ന പോലെ ചോദിക്കും. എല്ലാവർക്കും ഏകദേശം കാര്യവും പിടികിട്ടും. പക്ഷേ സീനിയേഴ്സിനാണെങ്കിലോ ഇത് കേട്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. നീ എന്താണ് അപ്പൊ പറഞ്ഞു വരുന്നത്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ കൾച്ചർ തന്നെ മാറ്റണമെന്നാണോന്നും ചോദിച്ച് സീനിയേഴ്സ് ബോയുടെ അടുത്ത് വഴക്കിടാനായിട്ട് വരും. അപ്പൊ തന്നെ ഫെയ്യും ഇടക്ക് കയറി ഞാൻ എന്തായാലും ബോയുടെ കൂടെ സപ്പോർട്ട് ചെയ്യുള്ളൂ, ബോയ് പറഞ്ഞതിലും കാര്യമുണ്ടെന്നും പറഞ്ഞ് ബോയ്ക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് നിൽക്കും. ഇത് കാണുമ്പോ തന്നെ ബോയ്ക്കും ഇവൾ ഇത് വെച്ച് എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി പുള്ളിക്കാരൻ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ബോയും ആനും കൂടി പുറത്തേക്ക് നടന്ന് വന്നോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആൻ എന്റെ പൊന്നു മോനെ നീ പൊളിച്ച് എന്തൊരു സ്പീച്ചാടാ കൊടുത്തത്, ഈ സ്പീച്ച് എങ്ങാനും ലിയു കേട്ടിരുന്നെങ്കിൽ അപ്പൊ തന്നെ അവള് നിന്നെ പിടിച്ച് ബോയ് ഫ്രണ്ടിന്റെ സ്ഥാനത്തേക്ക് നിർത്തുമെന്ന് പറയും. പിന്നെ ബോയ് ഫ്രണ്ട് അതൊന്നും ഒരിക്കലും നടക്കില്ല, അതിനിടയിൽ ഒരു തെണ്ടി വന്നിട്ടുണ്ടല്ലോ അവൻ കാരണം ഒന്നും നടക്കില്ല എന്ന് പറയും. ആരെക്കുറിച്ചാ നീ പറയുന്നതെന്ന് ആനിങ്ങനെ ചോദിക്കും. അത് വേറെ ആരുമല്ല, ആ ഒരു ഷായില്ലേ അവൻ. ലിയുന്റെ അപ്പാർട്ട്മെന്റിൽ വല്ല റൂമും ഒഴിവുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോ അതിലേക്ക് ഇടയ്ക്ക് കയറിയ ഷാ വന്ന്, അവൻ കാരണം എനിക്ക് റൂം പോലും കിട്ടിയില്ല എന്ന് പറയും. ഓ അങ്ങനെയുള്ള ഒരാള് നിങ്ങളുടെ ഇടയ്ക്കുണ്ടല്ലേ, അതെന്തായാലും നന്നായി. ഷായുടെ ക്യാരക്ടർ എന്താണെന്ന് ലിയു മനസ്സിലാക്കിയ എന്തായാലും ലിയു നിന്റെ സൈഡിലേക്ക് ചായുള്ളൂ, അതുകൊണ്ട് നിനക്ക് എന്തായാലും നല്ലത് തന്നെയാണ്. എന്തായാലും നമുക്ക് രണ്ടുപേർക്കും കൂടി ലിയുന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാം, അവിടെ റൂം ഒഴിവുണ്ടെന്നല്ലേ നീ പറഞ്ഞത്, എന്തായാലും നമുക്കത് ചെന്ന് അന്വേഷിക്കാമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിലോ ഷാ ഓൾറെഡി ബോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ബോയിനെ കാണുമ്പോ തന്നെ ഒരു ഫയൽ എടുത്ത് കൊടുക്കും. ദേ റൂം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇനി ആ റൂം നിനക്കാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ബോയ്ക്ക് ഭയങ്കര ഷോക്കാകും. അല്ല എനിക്ക് ഇവിടെ റൂം കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നീ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, എന്നിട്ട് നീ തന്നെ എന്തിനാണ് എനിക്ക് ഈ റൂം എടുത്തു തന്നേന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല, നീയേ ഇവിടെ വേണം, നിനക്ക് ഇവിടെ റൂം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്തോണ്ടിരുന്നത്. എന്നാലല്ലേ ലിയോ നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുള്ളൂ, അപ്പോഴല്ലേ അവൾക്ക് നിന്നേലും ബെറ്റർ ഞാനാണെന്ന് മനസ്സിലായി അവൾ എന്നെ ചൂസ് ചെയ്യുള്ളൂ, അതിനു വേണ്ടിയിട്ടാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ആന് ഭയങ്കരമായിട്ട് ഷോക്കാകും. എന്താണ് ഇവൻ നല്ല സൂപ്പർ ആണല്ലോ എന്നും പറഞ്ഞിട്ട് വായും പൊളിച്ച് ഷായിനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. അപ്പൊ തന്നെ ഷായും നീ ഈ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ നിന്റെ അമ്മക്ക് കോൾ ചെയ്തു, അമ്മയാ ഇവിടെ വന്ന് സൈനൊക്കെ ചെയ്തത്, അഡ്വാൻസ് കാശ് അവര് പേ ചെയ്യാന്ന് പറഞ്ഞതാണ്, പിന്നെ നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ പേ ചെയ്തു. അപ്പോ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ അഡ്വാൻസ് പേയ്മെന്റ് നീ എനിക്ക് ചെയ്തോളണം. എന്താ നീ എനിക്ക് അതിന്റെ കൂടെ പലിശ ആഡ് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ ആ തുക നീ EMI ആയിട്ടാണോ എനിക്ക് തരാൻ പോകുന്നതെന്നും ചോദിച്ച് നല്ല രീതിക്ക് കളിയാക്കും. ഇത് കാണുമ്പോ അന്ന് ഭയങ്കരമായിട്ട് ചിരി വരും. അപ്പൊ തന്നെ ഷായും എന്താ പോയി നീ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നില്ലേ, എത്രയും പെട്ടെന്ന് നീ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള റൂമിലേക്ക് വാ, എന്നാലല്ലേ അവൾക്ക് നമ്മളെ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് നിന്നേലും നല്ല കുട്ടിയാണ് ഞാനെന്ന് മനസ്സിലാവുള്ളൂ, പെട്ടെന്ന് വാടാ മോനെ എന്നും പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഇത് കാണുമ്പോ ആനാണെങ്കിലും ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് ബോയിനെ നോക്കും. ബോയ് നീ എന്തായാലും ഇങ്ങോട്ടേക്ക് താമസം മാറാൻ വേണ്ടി നിൽക്കുവല്ലേ, നിന്റെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന്
പറയും. അപ്പൊ തന്നെ ഷായും ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം, എന്നാലല്ലേ പെട്ടെന്ന് വരാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് വാ നമുക്ക് പെട്ടെന്ന് പോവാന്ന് പറയും. വേണ്ട, ഞാൻ എന്തായാലും സാധനം എടുത്തുകൊണ്ട് വന്നോളാന്നും പറഞ്ഞിട്ട് ബോയും ആനും കൂടി നടക്കും. അപ്പൊ തന്നെ ഞാൻ നീ പറയുന്നത് കേട്ടപ്പോ എന്തായാലും ലിയു നിന്നെ ചൂസ് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്ന് ഷായുടെ സംസാരം കേട്ടപ്പോ അതെല്ലാം എന്റെ തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായി. മിക്കവാറും ലിയു ഷായുടെ അടുത്തേക്ക് തന്നെ ചരിയോന്നറിയും. ഇത് കേൾക്കുമ്പോ ബോയ്ക്ക് ദേഷ്യം കയറും. മതിയടി, നീ മിണ്ടാണ്ടിരിക്ക്, വായ മൂടിയിട്ട് എന്റെ കൂടെ വാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി നടന്നു പോകും. അതേ ടൈം ലിയുവിനെ കാണിക്കാണ്. റൂമില് ഫ്രഷപ്പായി വന്നിരിക്കുമ്പോ അമ്മയുടെ അടുത്ത് നിന്നും ഒരു മെസ്സേജ് വരും. മോളെ, ഞാൻ പറയുന്നത് നീ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഞാൻ പറയുവാണ്, നീ ഇത് വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. എന്റെ മോളെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കാണാണ്ട് ഒരു ഹ്യൂമൻ ആയിട്ട് കാണുന്ന ഒരാൾ നിന്റെ ലൈഫിലേക്ക് വരും. അവൻ നിനക്കും നിന്റെ ഫീലിങ്സിനും പ്രയോറിറ്റി തരും. നിന്നെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കാണില്ല, അവൻ ഒരു ഹ്യൂമൻ ആയിട്ടേ നിന്നെ കാണുള്ളൂ. എന്നാലും അതിനേലും മുമ്പ് നീ നിന്നെ തന്നെ ഒരു ഹ്യൂമൻ ആയിട്ട് കാണണം. എല്ലാവരുടെയും മുമ്പിൽ നീ ഒരു ഹ്യൂമൻ ആണെന്ന് നീ പ്രൂവ് ചെയ്യണമെന്നും പറഞ്ഞ് ഒരുപാട് മെസ്സേജ് ഒക്കെ വരും. ഇതൊക്കെ വായിച്ച് ലിയുവും ഭയങ്കര ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അതേ ടൈം ബോയും ആനും ഷായും കൂടി ബോയുടെ എല്ലാ സാധനങ്ങളും പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവച്ച് അറേഞ്ച് ഒക്കെ ചെയ്യും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഹീറോയിൻ ആണെങ്കിൽ ഫ്രഷപ്പ് ആയി വന്ന് ആ ഒരു ഡ്രസ്സ് എടുത്ത് നോക്കും. ഇന്ന് ഞാൻ ഈ ഡ്രസ്സ് ഇടണമോ വേണ്ടയോ എന്ന് ചിന്തിക്കും. പിന്നെ എന്തോ മനസ്സിലാലോചിച്ച് അങ്ങനെ തന്നെ അമ്മക്ക് മെസ്സേജ് അയക്കും. അമ്മ, ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്, ഞാൻ അതില് ഫുൾ കോൺഫിഡന്റ് ആണെന്ന് പറയും. അപ്പൊ തന്നെ അമ്മയും എന്റെ മകള് കോൺഫിഡന്റ് ആയിട്ട് മുന്നേറി പോവുക, അതിനു മുമ്പ് നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, നീ എന്തായാലും പുറത്തേക്ക് ചെന്ന് നോക്കെന്ന് പറയും. അങ്ങനെ തന്നെ ലിയോ ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കും. പുറത്ത് ഓൾറെഡി ഷാ നിൽക്കുന്നുണ്ട്. ആ ടൈമിനാണ് ബോയ് അതിലേ നടന്നു വരുന്നത്. ഇത് കാണുമ്പോൾ ലിയോ ഷോക്കായിട്ട് ബോയിനെ തിരിഞ്ഞു നോക്കും. ഷാ ഇവിടെയാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഇവിടെയുണ്ട്. അല്ല, നീ എന്തിനാ ഈ വഴി വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ബോയ് അവന്റെ കീ എടുത്ത് കാണിക്കും. ഞാൻ ഇന്നലെ നൈറ്റ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയോ ഭയങ്കര ഷോക്കായിട്ട് രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കാണ്. ഒരാളെ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ലിയുവിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിനിടയിൽ രണ്ടുപേര്. ഇനി ലിയു എങ്ങനെ ഇവരെ ഹാൻഡിൽ ചെയ്യും? ഇനി എന്തൊക്കെ കോമഡികളാണ് വരാനായിട്ട് പോകുന്നത്? അല്ല, ലിയു പിന്നെ മനസ്സിൽ എന്ത് തീരുമാനമാണ് എടുത്തത്? എന്തായാലും വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.